മക്കളെ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഗേറ്റിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ടാർഗറ്റ് ഗേറ്റ് 26. അപ്പൊ ഇവിടെ നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്നു. സെക്ഷൻ 2 എന്ന് പറയുന്ന അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് ഡിസൈൻ. അപ്പൊ സെക്ഷൻ 2ന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഹെഡിങ് ആണ് ദാറ്റ് ഈസ് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് ഡിസൈൻ. ഇതിന്റെ അകത്ത് നമ്മൾ ബിടെക്കിനെ പഠിച്ചിട്ടുള്ള തിയറി ഓഫ് മെഷീൻസ് ആൻഡ് വൈബ്രേഷൻ എന്ന ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗേറ്റ് ക്വസ്റ്റ്യൻസ് എന്തുമാത്രം ടഫാണ്, എന്തുമാത്രം ഈസി ആണെന്നുള്ളത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റോട്ടർ ഓഫ് എ ടർബോ ജെറ്റ് എഞ്ചിൻ ഓഫ് ആൻ എയർക്രാഫ്റ്റ് ഹാസ് മാസ് 180 കിലോഗ്രാം. അപ്പൊ ക്വസ്റ്റ്യനിലെ മാസ് 180 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 10 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അബൌട്ട് ദ റോട്ടർ ആക്സിസ്, ദ റോട്ടർ റൊട്ടേറ്റ് അറ്റ് കോൺഷ്യസ് സ്പീഡ് ഓഫ് ഒമേഗ, ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1100 റേഡിയൻ പെർ സെക്കൻഡ്. ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. വെൻ വ്യൂഡ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദി എയർക്രാഫ്റ്റ്. അപ്പൊ എയർക്രാഫ്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആംഗുലർ മൊമെന്റം വെക്ടർ വരയ്ക്കുന്നത്, അതോർത്തു, ആംഗുലർ മൊമെന്റം വെക്ടർ വരയ്ക്കുന്നത് റോട്ടർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റോട്ടർ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദി എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് അറ്റ് എ സ്പീഡ് ഓഫ്, എയർക്രാഫ്റ്റിന്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 800 മീറ്റർ പെർ അവർ. വെലോസിറ്റി തന്നിട്ടുണ്ട്, സ്പീഡ് എന്ന് പറഞ്ഞ വെലോസിറ്റി തന്നിട്ടുണ്ട് 800 കിലോമീറ്റർ പെർ അവർ. ടേക്സ് എ ടേൺ വിത്ത് എ റേഡിയസ് ഓഫ്, അപ്പൊ റേഡിയസ് ഓഫ് എയറേഷൻ 1.5 കിലോമീറ്റർ ടു ദി ലെഫ്റ്റ് ടേൺ ആണ് എടുക്കണേന്ന് പറഞ്ഞു. ദ ജൈറോസ്കോപ്പിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ജൈറോസ്കോപ്പിക് കപ്പിൾ, ജൈറോസ്കോപ്പിക് ടോർക്ക് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദ റോട്ടർ ഓൺ ദ എയർക്രാഫ്റ്റ് സ്ട്രക്ചർ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോസ് വെൻ ദ എയർക്രാഫ്റ്റ് ടേൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 162.9 ന്യൂട്ടൺ മീറ്റർ ആൻഡ് ദ നോസ് ഗോസ് അപ്പ്. ഓപ്ഷൻ ബി തന്നിട്ടുണ്ട് 1629.6 ന്യൂട്ടൺ മീറ്റർ ആൻഡ് ദ നോസ് ഗോസ് ഡൗൺ. ഓപ്ഷൻ സി തന്നിട്ടുണ്ട് 162.9 ന്യൂട്ടൺ മീറ്റർ ആൻഡ് ദ നോസ് ഗോസ് ഡൗൺ. ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട് 1629.6 ന്യൂട്ടൺ മീറ്റർ ആൻഡ് ദ നോസ് ഗോസ് അപ്പ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു നമ്മളൊരു തിയറി ഓഫ് മെഷീൻസിൽ നോക്കണമെങ്കിൽ ഗൈറോസ്കോപ്പ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്ന സബ്ജക്ട് അല്ലെങ്കിൽ തിയറി ഓഫ് മെഷീൻസ് എന്ന സബ്ജക്റ്റിൽ ഗൈറോസ്കോപ്പ് എന്ന ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് ഞാൻ എഴുതുകയാണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ആദ്യം മാസ് തന്നിട്ടുണ്ട്. മാസ് ഈക്വൽ ടു 180 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. മാസ് ഈക്വൽ ടു 180 കിലോഗ്രാം. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം പെർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 800 കിലോമീറ്റർ പെർ അവർ. വെലോസിറ്റിയിലെ എസ് കൊണ്ട് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ 800 ഇൻറ്റു 5/18 ചെയ്യുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ ആറ് തന്നിട്ടുണ്ട്. റേഡിയസ് ഈക്വൽ ടു 1.5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ ഒമേഗ പി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് V/R എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത്, ദാറ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ, ആക്സിസിന്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 800. ഈ കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് കിലോ മീൻസ് 1000. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. It is 1.5 into 1000, that is 1500 meter. Okay. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 800 മൾട്ടിപ്ലൈഡ് ബൈ 5/18 ഡിവൈഡ് ബൈ 1500. ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1100 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ആ ഡാറ്റയും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. ദാറ്റ് ഈസ് ജൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് ഒമേഗ പി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് ഒമേഗ പി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട് 10 മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ 1100
multiplied by omega p, that is 800 multiplied by 5 by 18 divided by എന്താ 1500. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് 1629 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ നമുക്കിത് പ്രോബ്ലം ചെയ്യാം. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ആംഗ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഡയറക്ഷൻ നമ്മൾ ആംഗുലർ മൊമെന്റം വെക്ടർ ക്ലോക്ക് വൈസ് വ്യൂ ചെയ്യുന്ന ഡയറക്ഷനിലാണ് എന്താ വരയ്ക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം വെക്ടർ എന്ന് പറയുന്നത് എനിക്ക് AB ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്താ എൻ്റെ ഫൈനൽ ആംഗുലർ മൊമെന്റം വെക്ടർ, ദറ്റ് ഈസ് അല്ലെങ്കിൽ അതാ OA, ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം വെക്ടർ OA എന്ന് എടുക്കാം. ദറ്റ് ഈസ് ഫൈനൽ ആംഗുലർ മൊമെന്റം വെക്ടർ OB എന്ന് എടുക്കാം. ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം വെക്ടർ OA ക്ലോക്ക് വൈസ് വ്യൂ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എടുത്തത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് ഫൈനൽ ആംഗുലർ മൊമെന്റം വെക്ടർ OB. ഇതാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ദാറ്റ് ഈസ് A to B. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ദാറ്റ് ഈസ് B' to A ആയിരിക്കും. ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് അത് നമ്മൾ ഇവിടെ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. എഫക്റ്റ് എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് എഫക്റ്റ് ഉണ്ടാകുന്ന സമയം നമുക്ക് എയറോപ്ലെയിൻ ഇങ്ങനെയാണെന്ന് അറിയാം. ഇതാണ് ഇതിൻ്റെ നോസ്, ഇതാണ് ഇതിൻ്റെ ടൈലാണെന്ന് പറയും അല്ലേ. ശ്രദ്ധിക്കാം, നോസാണ്, ഇത് റയർ എൻഡാണ്, ടൈൽ എന്ന് പറയാം. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എന്താ ഇത് ഇങ്ങനെ ആയിരിക്കും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ്. അപ്പം നോസ് ഡിപ്പ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നോസ് ഡിപ്പ് ദ നോസും ടൈൽ എന്ത് ചെയ്യും? റൈസും ആവും അല്ലേ. അപ്പം നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ഡിപ്പ് ദ നോസ്, ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പ് ദ നോസ് ആൻഡ് റൈസ് ദ ടൈൽ, റൈസ് ദ ടൈൽ. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഓപ്ഷനിൽ നോസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നോസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. നോസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം നോസ് എന്ത് ചെയ്യും? ഡിപ്പ് ദ നോസ്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഡിപ്പ് ദ നോസ് എന്ന് പറയുമ്പം നോസ് ഗോസ് ഡൗൺ അല്ലേ. രണ്ട് ഓപ്ഷനാണുള്ള ബിയും സിയും. ഇനി മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പം 1629 എന്ന ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പറയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? നമുക്ക് ഈ പറയുന്ന പോലെ സിമ്പിളായിട്ട് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്, 2 മാർക്കിന് ചോയ്സാണ്. നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. നമുക്ക് മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതും ഈ പറയുന്ന 2014 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ സ്പ്രിംഗ് മാസ് ഡാഷ്ബോർഡ് സിസ്റ്റം. അപ്പോൾ സ്പ്രിംഗ് മാസ് ഡാഷ്ബോർഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് സ്പ്രിംഗ് മാസ് ഡാഷ്ബോർഡ് സിസ്റ്റം വിത്ത് മാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10 കിലോഗ്രാം. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് 6250 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈസ് എക്സൈറ്റഡ് ബൈ എ ഹാർമോണിക് എക്സൈറ്റേഷൻ ഓഫ് 10 cos 25t ന്യൂട്ടൺ. At a steady state, the vibration amplitude തന്നിട്ടുണ്ട്, that is 40 mm. The damping coefficient C of the ഡാഷ്ബോർഡിന്റെ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം വരയ്ക്കണം. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളെ മാസ് ഈക്വൽ ടു 10 kg. ഓക്കെ, സ്പ്രിംഗ് വരയ്ക്കുകയാണ്. ഇത് സ്പ്രിംഗ് ആണ്. ഒരു ഡാഷ്ബോർഡ് വരയ്ക്കണം. ഓക്കെ, ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഗിവൺ ഡാറ്റാസ് എഴുതുന്നു. അപ്പോൾ ഇവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് it is equal to F equal to 10 cos 25t. ഇനി നമുക്ക് മനസ്സിലാവും F0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10 ആണ്. ഒമേഗ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 25 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 25 ആണ്. ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ഈ വാല്യൂ ആണ് എന്താ F0.
ഒമേഗ ടി, ഒമേഗ ടിയിൽ 25t എന്ന് പറയുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഒമേഗ ആയിരിക്കും. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് √k/m എന്നോ അല്ലെങ്കിൽ റൂട്ട് എന്താ s/m, സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ മാസ്. അപ്പോൾ സ്റ്റിഫ്നെസ്സിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6250 ന്യൂട്ടൺ മീറ്റർ എന്ന് സ്റ്റിഫ്നെസ്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവണിൽ വരുന്നതാണ് മാസ് അല്ലേ? മാസ് നമുക്ക് ഗിവൺ ആണ്, മാസ് ഈക്വൽ ടു എന്നാണ് 10 കിലോഗ്രാം എന്ന് ഗിവൺ ആണ്. ഓക്കെ, സ്റ്റിഫ്നെസ് എസ് എന്ന് പറയുന്നതും ഗിവൺ ആണ്. ദാറ്റ് ഈസ് 6250 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, 6250 ന്യൂട്ടൺ പെർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് √6250 ഡിവൈഡ് ബൈ 10. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25 റേഡിയൻ പെർ സെക്കൻഡ് എന്നിട്ട് 25 റേഡിയൻ പെർ സെക്കൻഡ് 25 റേഡിയൻ പെർ സെക്കൻഡ്. അവിടെ ക്വസ്റ്റ്യനിൽ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 40 mm എന്ന് തന്നിട്ടുണ്ട്. 40 mm ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 40 ഡിവൈഡ് ബൈ 1000, 40 ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 1000 എന്ന് ഇട്ടാൽ മതി. അതാകുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഈസി ഉണ്ട്. മീറ്ററിലോട്ട് മാറ്റി 40 ഡിവൈഡ് ബൈ 1000 മീറ്റർ എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ഇനി അടുത്ത് സ്റ്റഡി സ്റ്റേറ്റ് ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ, സ്റ്റഡി സ്റ്റേറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു f0/s ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇക്വേഷൻ. പഠിച്ചു വയ്ക്കുക, ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 1 മൈനസ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് 2 zeta ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ 25 ആണ്, ഒമേഗ എന്നിന്റെ വാല്യൂ എന്താണ് 25 ആണ്. അപ്പോൾ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25 ഡിവൈഡ് ബൈ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. 1 എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് റെസൊണൻസ് കണ്ടീഷൻ, കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനി അൺനോൺ ആയിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ് അറിയാം, f0 അറിയാം, എസ് അറിയാം, സീറ്റ ആണ് അൺനോൺ ആയിട്ടുള്ള. സീറ്റ കണ്ടുപിടിക്കുക. സീറ്റയ്ക്കകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ സി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം ഒമേഗ ബൈ ഒമേഗ എൻ എന്ന് പറയുന്ന 1 ആകുമ്പം ഇത് 1 ആണ്, ഇതും 1 ആണ്. 1 - 1 ഈ ടേം എന്താവും 0. ഓക്കെ, ഇനി ഇവിടെ ഒമേഗ ബൈ ഒമേഗ എൻ എന്ന് പറയുന്ന ഈ ടേം എന്താ 1 ആവും. 2 zeta ഹോൾ സ്ക്വയർ ആണ്. ഈ സ്ക്വയറും റൂട്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. f0/s ഡിവൈഡ് ബൈ 2 zeta എന്ന് കിട്ടും ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ അല്ലേ? എടുക്കുകയാണെങ്കിൽ that is amplitude is equal to that is f0/s ഡിവൈഡ് ബൈ 2 zeta എന്നുള്ള ഇക്വേഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് 40 mm ആയിരുന്നു, അതിനെ മീറ്റർ ആക്കാൻ വേണ്ടി 40 ഡിവൈഡ് ബൈ 1000. f0യുടെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ എസ് എന്ന് പറയുന്നത് 6250 ഡിവൈഡ് ബൈ 2 zeta. ഓക്കെ, ഇവിടെ നമ്മൾ സീറ്റ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ദാറ്റ് ഈസ് 0.02 എന്ന് കിട്ടും. ഇനി സീറ്റയുടെ ഫോർമുലയാണ് സി ഡിവൈഡ് ബൈ 2√s. ഓക്കെ, ഇതിലും എല്ലാ ഡാറ്റയും അറിയാം, അറിഞ്ഞുകൂടാത്ത സി മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് സി ഈക്വൽ ടു സീറ്റ ഇൻറ്റു 2√sm എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. സീറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.02 മൾട്ടിപ്ലൈഡ് ബൈ 2√sന്റെ വാല്യൂ അറിയാം, ദറ്റ് ഈസ് 6250 മൾട്ടിപ്ലൈഡ് ബൈ മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സിയുടെ വാല്യൂ 10 ന്യൂട്ടൺ പെർ മീറ്റർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? 10. അപ്പോൾ ഈ വാല്യൂ ഡയറക്റ്റ് നമ്മളിവിടെ എൻ്റർ ആണ് ചെയ്യേണ്ടത്. 10 എന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യണം. ω/ω(n)ന്റെ വാല്യൂ 1 കിട്ടിയതുകൊണ്ടാണ് ഈ ടേം 0 ആവുന്നതും ഈ ടേം എന്താ 1 ആവുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഫോഴ്സ് എല്ലാം നമുക്ക് എന്താ അറിയാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇക്വേഷൻസ് അറിയാം, കൺസെപ്റ്റ്സും അറിയാമെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പോലെ, നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പോലെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഗേറ്റിലും ചോദിക്കുന്നത്. ദ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ, ഡാമ്പിംഗ് റേഷ്യോ ഈ കണ്ടുപിടിച്ച സീറ്റ, ഡാമ്പിംഗ് റേഷ്യോ സീറ്റ ഓഫ് എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സ്പ്രിംഗ് മാസ് ഡാമ്പർ സിസ്റ്റം. ഓക്കെ, സ്പ്രിംഗ് മാസ് ഡാമ്പർ സിസ്റ്റം വിത്ത് മാസ് ഇവിടെ തന്നിട്ടുണ്ട് 1 കിലോഗ്രാം, സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 100 Nm/m, ദാറ്റ് ഈസ് വിസ്കസ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് സി തന്നിട്ടുണ്ട്, 25 Nm/s/m, അല്ലെങ്കിൽ Nm/m/s. ഓക്കെ, ഈ ഡാറ്റാസ് ഒക്കെ നമുക്ക് എന്താ തന്നിട്ടുണ്ട്. നമുക്ക് ഡാമ്പിംഗ് റേഷ്യോ സീറ്റയാണ് കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട ഡാമ്പിംഗ് റേഷ്യോ സീറ്റയാണ്. സീറ്റയുടെ വാല്യൂ നമ്മൾ ഇവിടെ തന്നെ പഠിച്ചായിരുന്നു, C/2√S. ഇതും 2014 ഗേറ്റ് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് സോൾവ് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് 2 മാർക്കിന് ചോദിച്ചത്. ക്വസ്റ്റ്യനിൽ ഏതാ ദാറ്റ് ഈസ് മാസ് ഈക്വൽ ടു, മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം, ദാറ്റ് ഈസ് സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് S ഈക്വൽ ടു 100 Nm/m. ഇനി ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് സി ഈക്വൽ ടു 25 Nm/s അല്ലെങ്കിൽ Nm/m എന്ന് എഴുതാം. നമുക്ക് ചോദിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് ഡാമ്പിംഗ് റേഷ്യോ സീറ്റയാണ്. ഡാമ്പിംഗ് റേഷ്യോ സീറ്റ ഈക്വൽ ടു C/2√S. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും എടുത്ത ഇക്വേഷൻ ആണ്. ഇതിലെ എല്ലാ വാല്യൂസും നമുക്ക് എന്താ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 25, സി എന്ന് പറയുന്നത് 25 ആണ്, ഡിവൈഡ് ബൈ 2√100/1 അല്ലേ. എസിൻ്റെ വില, സ്റ്റിഫ്നെസിൻ്റെ വില 100 ആണ്, മാസം എന്ന് പറയുന്ന 1 ആണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 25 ഡിവൈഡ് ബൈ 20. ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.25 എന്ന് വരും. ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായാലും 1.25 ഡയറക്റ്റ് എൻ്റർ ചെയ്യുക. ദാറ്റ് ഈസ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 1.25. സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. question. That is, consider a single degree of freedom system with viscous damping exciting by a harmonic force. At a resonance, the phase angle of the displacement with respect to exciting force. So, phase angle, that is tan phi, അല്ലെങ്കിൽ phi ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പോൾ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ tan phi യുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് അറ്റ് റെസൊണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റ് റെസൊണൻസ് ആണെങ്കിൽ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ എന്ന് പറയുന്ന 1 ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലും അതുണ്ടായിരുന്നു അല്ലേ. അറ്റ് റെസൊണൻസ് എന്ന് പറയുമ്പോൾ അറ്റ് റെസൊണൻസ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ എന്ന് പറയുന്ന 1 ആണ്. ഇനി ഫേസ് ആംഗിൾ ദാറ്റ് ഈസ് tan phi ഈക്വൽ ടു ഫോർമുല അറിഞ്ഞിരിക്കാം. 2 zeta ഒമേഗ ബൈ ഒമേഗ എൻ ഡിവൈഡ് ബൈ 1 മൈനസ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ. ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ അറ്റ് റെസൊണൻസ് എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ ഈ കേസ് നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 zeta ഡിവൈഡ് ബൈ 1 മൈനസ് 1 എന്ന് വരും. 1 മൈനസ് 1 ഡിനോമിനേറ്ററിൽ എന്ത് വരും? 0 വരും. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് tan phi ഈസ് ഈക്വൽ ടു phi ഈക്വൽ ടു എന്ന് കിട്ടും ഇൻഫിനിറ്റി എന്ന് കിട്ടും. tan phi ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. phi ഇൻഫിനിറ്റി ആവണത് ദാറ്റ് ഈസ് 90 ഡിഗ്രിയിലാണ്. ദാറ്റ് ഈസ് phi ഈക്വൽ ടു എന്ന് കിട്ടും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ.
the torque exerted on a crankshaft of a two-stroke engine. അപ്പോൾ ഈ ഫ്ലൈ വീലിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. That is torque exerted on the crankshaft of two-stroke engine can be described as torqueന്റെ വാല്യൂ തന്നിട്ടുണ്ട്. That is T is equal to 10,000 plus 1,000 sin 2 theta minus 1,200 cos 2 theta, where theta is the crank angle as measured from the inner dead center position. Assuming the resistance torque to be constant, the power developed by the engine at 100 rpm. പവർ ഡെവലപ്ഡ് ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം പവർ ഡെവലപ്ഡിൻ്റെ ഫോർമുല ദറ്റ് ഈസ് പവർ ഡെവലപ്ഡ് ഈക്വൽ ടു മീൻ ടോർക്ക് മൾട്ടിപ്ലൈഡ് ബൈ മീൻ ആംഗുലർ വെലോസിറ്റി. ഓക്കെ, മീൻ ടോർക്ക് എന്ന് പറയുന്ന മക്കളെ ഈ പറയുന്ന നമ്മൾ ടിയുടെ ഇക്വേഷനിൽ തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മീൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ. തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ എന്താ ഈ 10,000. ശ്രദ്ധിക്കുക, മീൻ ടോർക്ക് എന്ന് പറയുന്നത് ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് 10,000 പ്ലസ് 1,000 സൈൻ 2 തീറ്റ മൈനസ് 1,200 കോസ് തീറ്റ. ഇതിൽ തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 10,000. ആ 10,000 ആണ് എന്താ മീൻ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം പവർ ഈസ് ഈക്വൽ ടു that is 10,000 multiplied by 2 pi n divided by 60. RPM എന്നു പറയുന്ന ക്വസ്റ്റ്യനിൽ എന്നു പറയുന്നത് എത്ര തന്നിട്ടുണ്ട് 100 RPM ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. RPM എന്നാണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ that is power is equal to 10,000 multiplied by 2 pi multiplied by n 100 divided by 60. Power നമുക്ക് എഴുതാം that is 104.72 kilowatt. 0.72 kilowatt. ഓക്കെ, വളരെ സിമ്പിളാണ്. 2 മാർക്കിന് ഉള്ള ചോദ്യം 2 മാർക്കിനുള്ള ചോദ്യം ഇല്ല, എന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തും ഫ്ലൈ വീലിലെ ചോദ്യമാണ്. ദാറ്റ് ഈസ് ഗേറ്റ് 2013 ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലൈ വീൽ കണക്റ്റഡ് ടു എ പഞ്ചിങ് മെഷീൻ ഹാസ് സപ്ലൈഡ് എനർജി ഓഫ് 400 ന്യൂട്ടൺ മീറ്റർ. ചേഞ്ച് ഇൻ ഫ്ലക്ച്വേഷൻ ഇൻ എനർജി CS നമുക്ക് എന്താ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ while running at a mean angular speed of 20 radian per second. അപ്പോൾ angular velocity 20 radian per second എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് CS നമുക്ക് തന്നിട്ടുണ്ട് ±2% എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്ലക്ച്വേഷൻ ഇൻ എനർജി അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ചേഞ്ച് ഇൻ ഫ്ലക്ച്വേഷൻ ഇൻ എനർജി ആണ് 400 ന്യൂട്ടൺ മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫ്ലൈ വീലിന്റെ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചത്. നമുക്കറിയാം ചേഞ്ച് ഇൻ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി I⍵CS ആണെന്നുള്ള ഫോർമുല നമുക്ക് ഫ്ലൈ വീൽ പഠിക്കുമ്പോഴേ അറിയാം. ഫ്ലൈ വീലിൽ ഒറ്റ ഫോർമുലയേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ മാക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് I⍵² CS. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്ച്വേഷൻ എനർജി ദാറ്റ് ഈസ് ഡെൽറ്റ ഇ മാക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 400 ന്യൂട്ടൺ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് 20 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളിനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ± മീൻ സ്പീഡിൽ നിന്നുള്ള വേരിയേഷൻ ആണ് ±2%. അപ്പോൾ 2% മീൻ സ്പീഡിൽ നിന്ന് മുകളിലും താഴോട്ടും. അപ്പോൾ ടോട്ടൽ CS എന്ന് പറയാൻ എന്താ പറയാം 4% എന്ന് പറയാം. ദാറ്റ് ഈസ് 4 ഡിവൈഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04 എന്ന് പറയാം CS എന്ന് പറയാം. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയുടെ ഫോർമുല ഡെൽറ്റ ഇ മാക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് I⍵² CS. I⍵² ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 400 ഈക്വൽസ് I മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒമേഗ ഈക്വൽ ടു 20² CS ഈക്വൽ ടു 0.04. ഇവിടെ നിന്ന് I മൊമെന്റ് ഓഫ് ഇനർഷ്യ I കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ദാറ്റ് ഈസ് 25 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നിട്ട്
5 കിലോഗ്രാം. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എഴുതാം ദറ്റ് ഈസ് 25 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. 25 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആവശ്യം വാല്യൂ മാത്രം എൻ്റർ ചെയ്താൽ കൊടുത്താൽ മതി. ആൻസർ എന്ന് പറയുന്നത് എന്താ? 25. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 1 മാർക്കിന് ഗേറ്റ് 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് qualitative distinct kinematic inversion possible for a non-Grashof chain with 4 revolute pair. ഓക്കെ, നമ്മൾ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് നോൺ ഗ്രഷോഫ് ചെയിൻ എന്നും ചോദിക്കാം, ഗ്രഷോഫ് ചെയിൻ എന്നും ചോദിക്കാം. നോൺ ഗ്രഷോഫ് ചെയിൻ എന്നും ചോദിക്കാം, ഗ്രഷോഫ് ചെയിൻ എന്നും ചോദിക്കാം. അപ്പൊ നോൺ ഗ്രഷോഫ് ചെയിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നോൺ ഗ്രഷോഫ് ചെയിൻ നമുക്ക് ഒരു 4 ബാർ മെക്കാനിസത്തിൽ നമുക്കറിയാം 4 ടേണിംഗ് പെയറാണ്. 4 റെവല്യൂട്ട് പെയർ എന്ന് പറയുമ്പോൾ 4 ബാർ മെക്കാനിസത്തിൽ 4 ബാർ മെക്കാനിസം അല്ലെങ്കിൽ 4 ബാർ ചെയിൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ എന്താണ് 4 ടേണിംഗ് പെയറാണ് അല്ലെങ്കിൽ റെവല്യൂട്ട് പെയറാണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ ഒരു 4 ബാർ ചെയിനിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ക്രാങ്ക് ഉണ്ട്, കപ്ലർ റോഡുണ്ട്, അല്ലേ, ക്രാങ്ക് ഉണ്ട്, കപ്ലർ റോഡുണ്ട്, റോക്ക് റാം ഉണ്ട്, ഫിക്സഡ് ലിങ്ക് ഉണ്ട്, അല്ലേ, ഫിക്സഡ് ലിങ്ക് ഉണ്ട്. ഫിക്സഡ് ലിങ്ക് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ 4 ലിങ്ക്സ് ആണുള്ളത്. അപ്പോൾ ഈ 4 ലിങ്ക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നെയിം ചെയ്യുന്നു. അതായത് സ്മോളസ്റ്റ് ലിങ്ക്, ലോങ്ങസ്റ്റ് ലിങ്ക്, അതർ 2 ലിങ്ക്സ് പിയും അതേപോലെ ക്യൂ. നോൺ ഗ്രഷോഫ് ചെയിൻ എന്ന് പറയുമ്പം സം ഓഫ് ഷോർട്ടസ്റ്റ് ലിങ്ക് പ്ലസ് ലോങ്ങസ്റ്റ് ലിങ്ക് ഗ്രേറ്റർ ദാൻ അതർ 2 ലിങ്ക്സ് ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ. ഇതിനാണ് നോൺ ഗ്രഷോഫ് ചെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ലിങ്കിനെ ഫിക്സ് ചെയ്താലും നമുക്ക് ട്രിപ്പിൾ റോക്കർ മെക്കാനിസം കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാ മെക്കാനിസം എന്തായിരിക്കും? റോക്കർ എന്ന് പറയുന്ന മോഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഓൾവേസ് എന്ന് പറയാം? ഓൾവേസ് ട്രിപ്പിൾ റോക്കർ മെക്കാനിസം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ നമുക്ക് പറയാം only 1 ഇൻവേർഷൻ പോസിബിൾ. only 1 ഇൻവേർഷൻ പോസിബിൾ. ഓക്കെ, നമ്മളെ ഒറ്റ ഇൻവേർഷൻ എന്താണോ പോസിബിൾ. ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരേപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കൈനമാറ്റിക് ഇൻവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എന്താ ഒന്നെന്ന് പറയാം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരേപോലെ. ഇവിടെ റോക്കറോ ഏത് ലിങ്ക് ഫിക്സ് ചെയ്താലും റോക്കറേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഇൻവേർഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അതൊന്ന് ഓർത്ത്. ഇനി ഈ പ്രോബ്ലം തന്നെ ഗ്രഷോഫ് ചെയിനിൽ ചോദിക്കാം. ഗ്രഷോഫ് ചെയിൻ. അപ്പോൾ ഗ്രഷോഫ് ചെയിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്രഷോഫ് ചെയിൻ നമ്മളെ ഇത് ഗ്രഷോഫ് ചെയിനിന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല, അല്ലെ. അപ്പൊ ഗ്രഷോഫ് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഷോർട്ടസ്റ്റ് ലിങ്കും അതേപോലെ ലോങ്ങസ്റ്റ് ലിങ്കിന്റെ നോൺ ഗ്രഷോഫ് അല്ല, ഗ്രഷോഫ് ചെയിൻ. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചോദിക്കാം? ഗ്രഷോഫ് ചെയിനിന് ചോദിക്കാം. ഓക്കെ, ഗ്രഷോഫ് ചെയിനിന് ചോദിക്കും. അപ്പൊ ഗ്രഷോഫ് ചെയിനിന് ചോദിക്കുന്ന സമയത്ത് അവിടെയും 4 ബാർ മെക്കാനിസം, 4 ബാർ ചെയിനാണ്, 4 ടേണിംഗ് പെയർ ആണുള്ളത്. പക്ഷെ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ലിങ്ക് പ്ലസ് ലോങ്ങസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ലെസ് ദാൻ അതർ 2 ലിങ്ക്സ് ആയിരിക്കും, പി പ്ലസ് ക്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പോസിബിൾ ഇൻവേർഷൻസ് ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പോസിബിൾ ഇൻവേർഷൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ രണ്ടെണ്ണം ഒരേ ടൈപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. 3 ഇവിടെ നമ്മൾ നേരത്തെ 1 എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഗ്രഷോഫ് ചെയിൻ ആയിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നെ? 3 ആയിരുന്നെ. കാരണം
3 ഡിസ്റ്റിൻറ്റ് ആയിട്ടുള്ള ഇൻവേർഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇൻവേർഷൻസ് മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ 10 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോർട്ടസ്റ്റ് ലിങ്കിന്റെ അഡ്ജസന്റ് ഏത് ലിങ്ക് ഫിക്സ് ചെയ്താലും, ഷോർട്ടസ്റ്റ് ലിങ്കിന്റെ അഡ്ജസന്റ് അതായത് ഫിക്സഡ് ലിങ്ക് ഫിക്സ് ചെയ്താലും, ദാറ്റ് ഈസ് കപ്ലർ റോഡ് ഫിക്സ് ചെയ്താലും നമുക്ക് ഒരു ഇൻവേർഷൻ ആണ് കിട്ടുന്നത്. ഇത് 2 ഫിക്സ് ചെയ്താലും ഒരു ഇൻവേർഷൻ ആണ് കിട്ടുന്നത്. പിന്നെ 2 ഫിക്സ് ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് ക്രാങ്കും ദാറ്റ് ഈസ് റോക്കറാണ്. അപ്പോൾ ഇത് 2 ഫിക്സ് ചെയ്യുമ്പോൾ 2 ഡിസ്റ്റിൻറ്റ് ആയിട്ടുള്ള ഇൻവേർഷൻസ് കിട്ടും. അപ്പോൾ ടോട്ടൽ 3 ഇൻവേർഷൻസ് ആണ് എന്താ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതാം ദാറ്റ് ഈസ് അഡ്ജസന്റ് ടു ക്രാങ്ക് ഫിക്സഡ്, ദാറ്റ് ഈസ് adjacent to crank fixed. അപ്പോൾ ക്രാങ്കിന്റെ അഡ്ജസന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്രാങ്ക് റോക്കർ മെക്കാനിസം ആയിരിക്കും. ക്രാങ്ക് റോക്കർ മെക്കാനിസം ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ബുൾ എഞ്ചിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പി ഫിക്സ് ചെയ്താലും എൽ ഫിക്സ് ചെയ്താലും ഷോർട്ടസ്റ്റ് ലിങ്ക് എന്തായിരിക്കും? ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. ക്യൂ എന്ന് പറയുന്ന ലിങ്ക് എന്തായിരിക്കും? റോക്കർ ആയിട്ടായിരിക്കും. ഷോർട്ടസ്റ്റ് ലിങ്ക് ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. ക്യൂ എന്ന ലിങ്ക് എന്തായിരിക്കും? റോക്കർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് ക്രാങ്ക് ആണ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ, നമുക്ക് ശ്രദ്ധിക്കുക, ക്രാങ്ക് ആണ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന മെക്കാനിസം ആണ് ഇതും ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും, ഇതും ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം. ഷോർട്ടസ്റ്റ് ലിങ്ക് ആണ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ പി എന്ന് പറയുന്നതും ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും, എൽ എന്ന് പറയുന്ന ലിങ്ക് എന്തായിരിക്കും? ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ക്രാങ്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ക്രാങ്ക് ഫിക്സഡ് ആണെങ്കിൽ ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ ക്രാങ്ക് ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം. ഡബിൾ ക്രാങ്ക്, ദാറ്റ് ഈസ് ക്രാങ്ക് മെക്കാനിസത്തിനാണ് ദാറ്റ് ഈസ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഇനി ഒരു പോസിബിലിറ്റി ഉള്ളത് ദാറ്റ് ഈസ് റോക്കറാം എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. റോക്കറാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓസിലേറ്റിംഗ്, ഇവിടെ ഓസിലേറ്റിംഗ് മോഷൻ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് ഡബിൾ റോക്കർ മെക്കാനിസം ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഡബിൾ റോക്കർ മെക്കാനിസം. അപ്പോൾ എഴുതുന്നു ദാറ്റ് ഈസ് റോക്കർ എന്ന് പറയുന്ന ലിങ്ക്, ദാറ്റ് ഈസ് ക്യൂ എന്ന് പറയുന്ന ലിങ്ക് ഫിക്സഡ് ആകുന്ന സമയത്ത് നമുക്ക് ഡബിൾ റോക്കർ മെക്കാനിസം ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് റോക്കർ മെക്കാനിസം ആണ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പറയാം, ഇതിൽ നിന്ന് നമുക്ക് പറയാം ദാറ്റ് ഈസ് പോസിബിൾ ആയിട്ടുള്ള എന്താണ്? 3 ഇൻവേർഷൻ. എന്താ 3? ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രീൻ കളറിൽ എഴുതാം. ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3 ഇൻവേർഷൻസ് പോസിബിൾ. ഡിസ്റ്റിൻറ്റ് ആയിട്ടുള്ള 3 ഇൻവേർഷൻസ് എന്താ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഗ്രഷോഫ് ചെയിൻ ആണെങ്കിൽ 3 ഇൻവേർഷൻ പോസിബിൾ ആണ്. നോൺ ഗ്രഷോഫ് ചെയിൻ ആണെങ്കിൽ ഒരു ഇൻവേർഷൻ ആണ് പോസിബിൾ. ദാറ്റ് ഈസ് ട്രിപ്പിൾ റോക്കർ മെക്കാനിസം മാത്രമേ എന്തോട്ടുള്ളൂ? പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ദ വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള പ്രോബ്ലം എന്ന് പറയുന്ന ഒരു വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസത്തിന്റെ ഒരു പ്രോബ്ലമാണ്. സ്ഥിരം ഗേറ്റിന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം 2021 ഗേറ്റിനും ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. ഈ ഷോൺ ഇൻ ദ ഫിഗർ ദ ലിങ്ക് ലെങ്ത്, ഓരോ ലിങ്കിന്റെയും ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യനിൽ ഫിഗറും തന്നിട്ടുണ്ട്. അതാണ് ഓർത്ത് വയ്ക്കേണ്ട. ക്വസ്റ്റ്യനിൽ എന്ത് ഫിഗറും തന്നിട്ടുണ്ട്, ലിങ്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, OP എന്ന് പറയുന്ന 300 mm ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ OP നമുക്ക് കാണാം ദാറ്റ് ഈസ് 300 mm. അതുപോലെ തന്നെ OA ദാറ്റ് ഈസ് 150 mm. OA എന്ന് പറയുന്ന ക്രാങ്ക്, OA എന്ന് പറയുന്നതാണ് ഇതിലെ ക്രാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവേർഷൻ പഠിക്കുമ്പം ക്രാങ്ക് ഫിക്സ് ചെയ്യുന്ന സമയത്താണ്, ഈ ക്രാങ്ക് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം കിട്ടുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിനിൽ ക്രാങ്ക് എന്ന് പറയുന്ന ലിങ്കിനെ ഫിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷനാണ് വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസം. അതുപോലെ AR എന്ന് പറയുന്ന 160 mm ആണെന്നും RS എന്ന് പറയുന്ന 450 mm ആണെന്നും തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ക്വിക്ക് റിട്ടേൺ റേഷ്യോ ആണ്. ക്വിക്ക് റിട്ടേൺ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർവേഡ് സ്ട്രോക്ക്. ഇവിടെ നമ്മൾ ക്വിക്ക് റിട്ടേൺ മോഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷേപ്പറിനും പ്ലെയിനറിലാണ്. നമ്മുടെ ഫോർവേഡ് സ്ട്രോക്ക് വളരെ സ്ലോയിലും റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വിക്ക് റിട്ടേൺ റേഷ്യോ യൂസ് ചെയ്യണം. ഫോർവേഡ് സ്ട്രോക്ക് വളരെ സ്ലോ ആയിട്ട് നടക്കണം, റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വിക്ക് റിട്ടേൺ റേഷ്യോ ദാറ്റ് ഈസ് QRR, റേഷ്യോ ഓഫ് ഫോർവേഡ് സ്ട്രോക്കിലുള്ള ആംഗിൾ. ആ ഫോർവേഡ് സ്ട്രോക്കിലുള്ള ആംഗിൾ ആണ് ഞാൻ ബീറ്റ ആയിട്ട് എടുക്കുന്നത്, റിട്ടേൺ സ്ട്രോക്കിലെ ആംഗിൾ ആണ് ആൽഫ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ആൽഫയും ബീറ്റയും ഈ ഫിഗറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താ ഈ പ്രോബ്ലം ചെയ്യാം.
അപ്പോൾ ഇത് ക്രാങ്ക് ആണ്, അതേപോലെ കണ്ടിങ് റോഡാണ്, അടുത്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്ലൈഡറുണ്ട്. ഈ സ്ലൈഡർ മക്കളെ ശ്രദ്ധിക്കുക, ഈ സ്ലൈഡർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ എന്തുള്ള കട്ടിംഗ് ടൂൾ, റാം ഉള്ള കട്ടിംഗ് ടൂൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രാങ്കിന്റെ ഈ അറ്റത്താണ് മോട്ടറുള്ള, ഈ അറ്റത്ത് മോട്ടറുണ്ട്. അപ്പൊ ഈ ഒരു സ്ലൈഡറിന്റെ ലോക്കസ് ഞാൻ എടുക്കുന്ന സമയത്ത് സ്ലൈഡർ ഇത്രയും മൂവ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് സ്ട്രോക്ക് ആയിരിക്കും. പിന്നെ ഈ പറയുന്ന ഒരു ചെറിയ പാത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? റിട്ടേൺ സ്ട്രോക്ക് ആയിരിക്കും. റിട്ടേൺ സ്ട്രോക്ക്. അപ്പൊ ആ ആംഗിൾ വരയ്ക്കുമ്പോൾ സ്ലൈഡർ ഇതുവരെ എത്തുമ്പോഴുള്ള ആംഗിൾ, ഈ പി എന്ന് പറയുന്നത് ഞാൻ എന്താ P1 സ്ലൈഡർ ഈ പോയിന്റ് പി ആണ്. സ്ലൈഡർ ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? P1 ആയിട്ട് എടുക്കും. നമുക്ക് ശ്രദ്ധിക്കുക, സ്ലൈഡർ ഇവിടെ എത്തുന്ന സമയത്ത് P1 ആയിട്ട് എടുക്കുന്നു. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു? ഈ സ്ലൈഡർ 300 mm ആ ലിങ്ക് ഇതാ ഇവിടെ എത്തി. ഓക്കെ, ഇതാണ് എന്താ 300 mm. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് എത്രയാണെന്നറിയാം? 300 ആണെന്നറിയാം. ഓക്കെ, ഇനി ഈ സ്ലൈഡർ അതുപോലെ തന്നെ സ്ലൈഡർ ഇങ്ങനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ ഡോട്ടർ ലൈൻസ് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സ്ലൈഡർ അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ലെങ്ത് ഇതാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, വേറെ ലൈനിൽ വരയ്ക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ P1. ഇത് ഞാൻ P2 എന്ന് എടുത്തു. P2 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് P1 സ്ലൈഡർ മൂവ് ചെയ്യുന്ന P1 P2 എന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു ലിങ്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാം. എന്നാൽ അത്രയും 300 mm ആയാലോ. ഓക്കെ, ഇതാണ് P2 എന്ന് പറയുന്നത് പോയിന്റ്. നമ്മളെന്താ P2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P1 P2 എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ലൈഡർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിലാണ് ഫോർവേഡ് സ്ട്രോക്ക്. ഈ റാം ഫ്രണ്ടിലോട്ട് പോകുന്നത് ആ ഒരു സ്ട്രോക്കിലാണ് ഫോർവേഡ് സ്ട്രോക്ക്, കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇങ്ങോട്ടാണ് എന്താ നമ്മളെ കട്ടിങ് നടക്കുന്നത്. അതും ഇവിടെ ഒരു കട്ടിംഗ് ടൂൾ ഉണ്ട്. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ? ദാറ്റ് ഈസ് കട്ടിങ്. ആ കട്ട് ചെയ്യുന്ന ആംഗിൾ ഞാൻ ആൽഫ ആയിട്ട് എടുത്തു. ഇത്ര ആംഗിൾ എന്തായിട്ട് ആൽഫയിലെ മക്കളെ ബീറ്റ ആയിട്ട് എടുത്തു. ഇനി കട്ടിംഗ് സ്ട്രോക്കിലെ ആംഗിൾ ആൽഫ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആൽഫ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടുക്ക് ഒരു ക്രാങ്ക് ഉണ്ട്. അപ്പൊ ആംഗിൾ എന്താവും? α/2 ആയിരിക്കും. α/2 അല്ലെ? ഈ ആംഗിൾ ഈ റെഡിൽ മാർക്ക് ചെയ്ത ഈ ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് α/2. ടോട്ടൽ റിട്ടേൺ സ്ട്രോക്കിലെ ആംഗിൾ ആൽഫ ആണെങ്കിൽ ആ ഒരു ക്രാങ്ക് കഴിഞ്ഞിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? α/2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ രണ്ട് സൈഡ് നമുക്കറിയാം, ബേസും അറിയാം, അതുപോലെ തന്നെ ഹൈപ്പോട്ന്യൂസ് അറിയാം. ബേസും ഹൈപ്പോട്ന്യൂസ് അറിയെങ്കിൽ നമുക്ക് കോസ് എടുക്കാം അല്ലെ, കോസ് തീറ്റ എടുക്കാം അല്ലെ. ശ്രദ്ധിക്കാം, ഇത് ഈ പറയുന്ന കട്ടിങ് ഇങ്ങോട്ടാണ് കട്ടിങ്. ഓക്കെ, ഇങ്ങോട്ടാണ് കട്ടിങ്. ദാറ്റ് ഈസ് കോസ് α/2 ഈക്വൽ ടു ബേസ് അപ്പോൺ ഹൈപ്പോട്ന്യൂസ്. അതറിയാം. ബേസ് എന്ന് ഇതാണ് ബേസ്. ഈ ആംഗിളാണ് കോസ് ആൽഫ. ബേസ് അപ്പോൺ ഹൈപ്പോട്ന്യൂസ്. ദാറ്റ് ഈസ് 150 ഡിവൈഡ് ബൈ 300. 150 ഡിവൈഡ് ബൈ 300. അപ്പോൾ അവിടെ നിന്ന് α/2 എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോസ് α/2 ഈക്വൽസ് 1/2 α/2 എന്ന് പറയുന്ന കോസ് ഇൻവേഴ്സ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആൽഫ എന്ന് പറയുന്നത് 60 × 2 ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, ആൽഫയാണ് പറഞ്ഞായിരുന്നു മക്കളെ. റിട്ടേൺ സ്ട്രോക്കിലെ ആംഗിൾ ആണ് ആൽഫ അല്ലെ. ഇവിടെ റിട്ടേൺ സ്ട്രോക്കിലെ ആംഗിൾ ആണ് ആൽഫ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താ അറിയാം? 360 ഡിഗ്രി. ടോട്ടൽ ആംഗിൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 360 ഡിഗ്രി മൈനസ് ആൽഫ അല്ലേ. അപ്പോൾ ആൽഫ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 360 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. ബീറ്റ എന്ന് പറയുന്നത് 240 ഡിഗ്രി എന്നിട്ട്. ഓക്കെ, അപ്പം കട്ടിംഗ് സ്ട്രോക്കിലെ ആംഗിളാണ് ദാറ്റ് ഈസ് 240 ഡിഗ്രി. അപ്പോൾ 240 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ടൈം ഒരുപാട് എടുക്കും. 120 ഡിഗ്രി തിരിഞ്ഞ് വരുന്ന സമയത്ത് സ്പീഡിൽ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്തു വരും. അപ്പോൾ ക്വിക്ക് റിട്ടേൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സ്ട്രോക്കിലെ ആംഗിൾ ദാറ്റ് ഈസ് 240 ഡിഗ്രി ഡിവൈഡഡ് ബൈ റിട്ടേൺ സ്ട്രോക്കിലെ ആംഗിൾ ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ടൈം എടുക്കും.
റിട്ടേൺ എന്താ ഇത്രയും ടൈമേ എടുക്കത്തുള്ളൂ. ഓക്കെ ആണ്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ ക്വിക്ക് റിട്ടേൺ റേഷ്യോ എന്ന് പറയുന്ന 2 വന്നിട്ട് ക്വിക്ക് റിട്ടേൺ റേഷ്യോ 2 വന്നിട്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ക്വിക്ക് റിട്ടേൺ റേഷ്യോ ആണ്. ക്വിക്ക് റിട്ടേൺ റേഷ്യോ ഈക്വൽ ടു 2 എന്ന് നമുക്ക് എന്താ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിക്ക് റിട്ടേൺ റേഷ്യോ 2 ആണ് മക്കളെ. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെക്ഷൻ 2 തിയറി ഓഫ് മെഷീൻസ് ആൻഡ് വൈബ്രേഷനുള്ള പ്രോബ്ലംസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക, ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇൻ വൈബ്രേഷൻ ഐസൊലേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്ത ഏത് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈബ്രേഷൻ ഐസൊലേഷൻ. അപ്പൊ നമ്മളിവിടെ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഒരു ഗ്രാഫ് അറിയണം. ട്രാൻസ്മിസിബിലിറ്റിയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആംഗുലർ വെലോസിറ്റിയുടെ റേഷ്യോ വരുന്ന ഒരു ഗ്രാഫ് അറിയണം. ദാറ്റ് ഈസ് ഫ്രീക്വൻസി റേഷ്യോ. ഫ്രീക്വൻസി റേഷ്യോ ട്രാൻസ്മിസിബിലിറ്റിയുടെ ഒരു ഗ്രാഫ് അറിയണം. ദാറ്റ് ഈസ് ട്രാൻസ്മിസിബിലിറ്റി അബ്സൊല്യൂട്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ടി എന്നാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഫ്രീക്വൻസി റേഷ്യോ ദാറ്റ് ഈസ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് അറിയണം. ഇവിടെ 1 ഇത് √2. ഇവിടെ ഗ്രാഫ് വരുന്ന സമയത്ത് ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് അറിയണം. ഈ ഗ്രാഫിനെ പറ്റി അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഗ്രാഫ് വരുമ്പോൾ ഇവിടെ θ = 0, θ = 1, θ = 2. ഇങ്ങനെയാണ് നമ്മുടെ എന്താ ഫ്രീക്വൻസി റേഷ്യോ അതുപോലെ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ആയിട്ടുള്ള ഗ്രാഫ് വരുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ടി ഈസ് അല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി ഈസ് നിയർലി യൂണിറ്റി അറ്റ് സ്മോൾ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി. അപ്പോൾ സ്മോൾ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആണെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്ന യൂണിറ്റിയാണ്. അപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ സ്മോൾ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ദറ്റ് ഈസ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റിയാണ്. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ്, അത് കറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മളിത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന നോട്ട് കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Transmissibility can always reduce by using higher damping at any excitation frequency. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന തെറ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് പോസിബിലിറ്റി ആണുള്ള. ബിയോണ്ട് റൂട്ട് ടു ഡാമ്പിങ് ഇൻക്രീസിങ് ട്രാൻസ്മിസിബിലിറ്റി വിത്ത് റെസ്പെക്ട് ആയിട്ട് എന്താ ഡാമ്പിങ് ഇൻക്രീസ് വിത്ത് എന്താ ട്രാൻസ്മിസിബിലിറ്റി. ഇനി ബിലോ √2 ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ബിലോ √2 ആണെങ്കിൽ എന്തായിരിക്കും? ഡാമ്പിങ് ഡിഗ്രീസ് ചെയ്യും. ആ ഒരു √2ന്റെ ഒരു സിഗ്നിഫിക്കൻസ് അറിയാം. ബിലോ √2 ആണെങ്കിൽ എന്താ ഡാമ്പിങ് റെഡ്യൂസ് വിത്ത് റെസ്പെക്ട് എന്താ ട്രാൻസ്മിസിബിലിറ്റി. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ ബി എന്ന് പറയുന്ന തെറ്റാണ്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് ടി ഈസ് യൂണിറ്റി അറ്റ് ഫ്രീക്വൻസി റേഷ്യോ √2 കറക്റ്റ് ആണ് അല്ലെ. ഫ്രീക്വൻസി റേഷ്യോ √2 ആവുന്ന സമയത്ത് ടി എന്ന് പറയുന്ന യൂണിറ്റി ആണ്. ഫ്രീക്വൻസി റേഷ്യോ √2 ആവുന്ന സമയത്ത് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്ത് ടി ഈസ് ഇൻഫിനിറ്റി അറ്റ് റെസണൻസ്. അതും നമ്മൾ നോക്കിയായിരുന്നു. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസണൻസ് കണ്ടീഷനിൽ ദാറ്റ് ഈസ് ω/ωn = 1 ആവുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ആണ്. ഫോർ അൺഡാംപ്ഡ് സിസ്റ്റം. അപ്പോൾ ഈ പറയുന്ന എയും സിയും ഡിയും റൈറ്റ് ആണ്, ബി മാത്രമാണ് ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുക, ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗേറ്റ് ടാർഗറ്റ് 26-നുള്ള. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു.